ശിവപുത്രനാൽ അച്ഛൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്നിങ്ങനെ ഉണ്ടായ സംഭവങ്ങളെയൊക്കെ ശൂരപത്മാസുരനെ കേൾപ്പിക്കുകയാണ്. വല്ലാത്ത സങ്കടമായി ആ ശൂരപത്മാസുരന്. അപ്പോൾ ശിവപുത്രൻ ആവിർഭവിച്ച് ശിവപുത്രനാണ് താരകനെ, തന്റെ അനുജനെ നിഗ്രഹിച്ചത് എന്ന് തിരിച്ചറിയുന്ന ശൂരപത്മൻ പിന്നീട് ആ മന്ത്രിമാരെയൊക്കെ വിളിച്ചു ചേർത്തു. എന്നിട്ടാണ് അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്തു വന്നാലും ശരി, ആ ശിവപുത്രനായിട്ടുള്ള സ്കന്ദനെ യുദ്ധത്തിൽ ഞാൻ നിഗ്രഹിക്കും. അതല്ല എങ്കിലോ ഇനി മടങ്ങി വരില്ല എന്നാണ്. എനിക്കൊരു തിരിച്ചിങ്ങോട്ട് ഈ കൊട്ടാരത്തിലേക്കൊരു മടക്കയാത്രയില്ല. അതാണൊരു വീരനായിട്ടുള്ള ഒരു യോദ്ധാവിന്റെ ഒരു പ്രതിജ്ഞ, ദൃഢനിശ്ചയം എന്ന് പറയേണ്ടത് എന്നാണ്. ചില പ്രവൃത്തികളിൽ അങ്ങനെയാണ്, ചില പരീക്ഷണങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ. നമ്മളും അങ്ങനെ പതിവുണ്ട് എന്നാണ്. അതിന് ഒരു ചൊല്ല് തന്നെയുണ്ട്, ഡു ഓർ ഡൈ എന്നാണ്. ഒന്നുകിൽ ഈ കാര്യം ചെയ്തു പൂർത്തിയാക്കുക, അല്ലെങ്കിൽ മരണം വരിച്ചുകൊള്ളുക. മൂന്നാമത് വേറൊരു സാധ്യതയില്ല എന്നാണ്. ഒന്നുകിൽ ഇതിൽ നീ വിജയിച്ചുകൊള്ളണം, അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കുക. പരാജയപ്പെട്ടുകൊണ്ട് മടങ്ങി വരേണ്ടതില്ല. അതാണ് ഇവിടെയും ഈ ശൂരപത്മാസുരൻ നിശ്ചയിച്ചത്. ഒന്നുകിൽ ഞാൻ ശിവപുത്രനായിട്ടുള്ള സ്കന്ദനെ നിഗ്രഹിക്കും, അല്ലെങ്കിൽ യുദ്ധകളത്തിൽ വെച്ച് ദേഹം ഉപേക്ഷിക്കും. അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. ഇനി ഈ ശിവപുത്രൻ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നറിയാനും അവരുടെ ആ സൈന്യബലത്തെക്കുറിച്ച് അറിയാനും വേണ്ടിയിട്ട് ചാരന്മാരെയൊക്കെ നിയോഗിക്കണം എന്നാണ്. ഇതൊക്കെ ഒരു ഈ രാജ്യതന്ത്രജ്ഞത എന്ന് പറയും. രാജതന്ത്രമാണ്. ഭരണാധികാരികൾ എപ്പോഴും അങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. അതിർത്തിയിലുള്ള മറ്റ് അയൽ രാജ്യങ്ങൾ, അവിടുത്തെ സംഭവ വികാസങ്ങൾ, ഇപ്പൊ തന്നെ നമ്മൾ പലരും വാർത്തയിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ഒരു ഭാഗം, അതായത് നമുക്ക് ആ ഒരു ഇത് നോക്കിയാൽ തന്നെ കാണാം, നമ്മളുടെ ഭൂപടം വരച്ചിരിക്കുന്നത് നോക്കിയാൽ തന്നെ കാണാം, കിഴക്കു ഭാഗത്ത് കുറേ സംസ്ഥാനങ്ങൾ അങ്ങോട്ട് കടന്നു പോവാൻ വളരെ ചെറിയൊരു മാർഗം മാത്രമേ ഉള്ളൂ. ആ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ കോഴിക്കഴുത്ത്, ചിക്കൻ നെക്ക് എന്നാണ് അറിയപ്പെടുക. വളരെ ഒരു ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരിടമാണ്. ഇപ്പോഴാണ് ഈ അടുത്ത ദിവസം ഒരു പുതിയ വാർത്ത നമ്മൾ കേട്ടു. അവിടെ 3 സൈനിക താവളങ്ങളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് രാജ്യതന്ത്രജ്ഞത എന്ന് പറയുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നും എങ്ങനെ നമ്മളുടെ രാജ്യത്തെ രക്ഷിക്കാം, അവിടുത്തെ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുക, അവിടെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക. ഇതൊക്കെ നല്ല ഈ ചാണക്യനെ പോലുള്ളവരുടെയൊക്കെ നീതി അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് പ്രായോഗികമാക്കണമെങ്കിലാണ്. അല്ലാതെ എല്ലായിടത്തും ആക്രമണം അഴിച്ചുവിടുകയോ ശത്രുവിനെ ആയുധം കൊണ്ട് നേരിടുകയോ അല്ല. കുറെ ആയുധം ചിലവഴിക്കുന്നതിനേക്കാൾ വളരെയധികം സൂക്ഷ്മബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ചാരന്മാരെ നിയോഗിച്ചു. അതിനുശേഷം പിന്നീട് എല്ലാവരും ചേർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ മന്ത്രിമാര്, സേനാനായകന്മാരൊക്കെ ഈ ശൂരപത്മാസുരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, 7 തരത്തിലും നമുക്ക് യുദ്ധത്തിൽ ആ സ്കന്ദനെ നിഗ്രഹിക്കാം എന്നാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഈ ശൂരപത്മാസുരൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, ആ സ്കന്ദനെ, ശിവപുത്രനെ ബന്ധുക്കളോടുകൂടി യുദ്ധത്തിൽ സംഹരിക്കും, ഇല്ലായെങ്കിൽ യുദ്ധാവസാനത്തിൽ യുദ്ധകളത്തിൽ ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കും എന്ന് വീണ്ടും വീണ്ടും ശപഥം ചെയ്യുകയാണ്. ചതുരംഗ സേനകളെയൊക്കെ തയ്യാറാക്കുക, വാദ്യഘോഷങ്ങൾ മുഴക്കുക എന്നിങ്ങനെ നിർദ്ദേശം കൊടുക്കുകയും ആ ത്രിപുരാന്തകപുത്രനെ യുദ്ധത്തിനായിട്ട് വിളിക്കുക, ആഹ്വാനം ചെയ്യുക,
യാതൊരു തരത്തിലുള്ള ഭയവുമില്ലാതെ എല്ലാവരും യുദ്ധത്തിനായിട്ട് പുറപ്പെടുക. ഇങ്ങനെയൊക്കെ ഈ ശൂരപത്മാസുരൻ കൽപ്പനകള് കൊടുക്കുന്നു. ആ സമയത്താണ് അവിടെ അമോഘൻ എന്ന ഒരു മന്ത്രി, നീതിശാസ്ത്ര വിശാരദനാണ്. എന്താണ് രാജനീതി? എപ്പോഴും ഒരു ഭരണാധികാരിയുടെ അടുത്ത് ആധ്യാത്മികമായിട്ടുള്ള ഉപദേശങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളുണ്ടാവണം എന്നാണ് പറയുക. ഇപ്പം നമ്മൾ ഈ രാജവംശങ്ങളെ കുറിച്ചിട്ടൊക്കെ പുരാണങ്ങളിൽ പറയുമ്പോൾ കേൾക്കാം. ജനകവംശത്തിന് ശതാനന്ദൻ എന്ന ഒരു മഹർഷിയെ രാമായണം കഥയിലൊക്കെ കാണാം. ജനകന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും സ്വീകരിക്കുന്ന ആളാരാണ്? ഗൗതമന്റെ പുത്രനായിട്ടുള്ള, ഗൗതമന്റെയും അഹല്യയുടെയും പുത്രനായിട്ടുള്ള ശതാനന്ദൻ എന്ന മഹർഷിയാണ്. അതായത് ജനകന്റെ ആ വംശത്തിലെ കുലഗുരുവായിട്ടുള്ള ആളാണ്. അതുപോലെ ശ്രീരാമന് വസിഷ്ഠനെയാണ്, സൂര്യവംശത്തിന്റെ പരമ്പരയായിട്ടുള്ള ഗുരുവാണ് വസിഷ്ഠൻ. അപ്പൊ ഒരു ഭരണാധികാരിക്ക് ഉപദേശങ്ങളെ കൊടുക്കാൻ ദേഹബലം മാത്രം പോരാന്നാണ്. രാജ്യം ഭരിക്കണമെങ്കിൽ സൈന്യബലം മാത്രം പോരാ, ബുദ്ധി ഉപദേശിക്കാൻ, നല്ല ബുദ്ധി ഉപദേശിക്കാൻ, വേണ്ട സമയത്ത് അതിനെ പറഞ്ഞു കൊടുക്കാനുള്ള ആ യോഗ്യതയുള്ളവർ വേണം. ഇവിടെ ഒരു ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിയാണ് അമോഘൻ, രാജനീതിയെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ഉത്സാഹശക്തി, മന്ത്രശക്തി, പ്രഭുശക്തി, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഷഡംഗങ്ങൾ എന്ന് പറയും. വാഹനം, ആസനം, ദ്വൈധീഭാവ സമാശ്രയം, സന്ധിയുദ്ധം, അമാത്യബലം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ശത്രുക്കളെ കുറിച്ച്, ശത്രുവിനെ ഒരിക്കലും നിസ്സാരനായിട്ട് കാണരുത്. ആ ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ആരാണ്? വാസ്തവത്തിൽ നമ്മളൊക്കെ തന്നെ ശിവാരാധനയെ ചെയ്യുന്നവരാണ്. പല അസുരന്മാരുടെയും ചരിത്രം നോക്കിയാൽ കാണാം, അവരൊക്കെ വലിയ ശിവഭക്തന്മാരായിരുന്നു എന്ന് കാണാം, ബാണാസുരനെ പോലെയുള്ളവർ. വാസ്തവത്തിൽ നമുക്ക് ശ്രീശങ്കരനോടൊരു ശത്രുതയില്ല, വിരോധമില്ല. അതുകൊണ്ട് തന്നെ ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനോടും ശത്രുതയുടെ ആവശ്യമില്ല. എന്തായാലും അങ്ങയുടെ അനുജൻ താരകൻ ആ സ്കന്ദനുമായിട്ട്, സുബ്രഹ്മണ്യനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു, മരണത്തെ പ്രാപിച്ചു. ഇനി എന്തായാലും ആ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടിട്ടാവാം ആ ശിവപുത്രനായിട്ടുള്ള സ്കന്ദൻ ഈ താരകനോട് യുദ്ധം ചെയ്തതും താരകനെ നിഗ്രഹിച്ചതും എന്നാണ്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ശിവനോടോ ശിവപുത്രനോടോ ഒരു വൈരവുമില്ല. അതുകൊണ്ട് അങ്ങ് ആലോചിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സദ്ബുദ്ധിയെ ഉപദേശിച്ചു കൊടുത്തു. കുറച്ചു സമയം അദ്ദേഹം അതൊക്കെ കേട്ടിരുന്നു. പിന്നീട് വേഗം ചാരന്മാരെ നിയോഗിക്കുകയാണ്. ഇവിടെ ചാരന്മാരായിട്ട് നിയോഗിക്കുന്നത് തന്റെ സേവകന്മാരെ അല്ല. വിചിത്രമായ രീതിയിലാണ് ഈ അസുരൻ പ്രവർത്തിക്കുന്നതെന്ന് കാണാം. ഈ ശൂരപത്മനാണ്, പക്ഷികളെയാണ് വിളിച്ചു വരുത്തുന്നതാണ്. താൻ വളർത്തുന്നതായ പക്ഷികളെ കൊണ്ടുവന്നിട്ട് അവയ്ക്ക് ആദ്യം തന്നെ ഭോജനം നൽകിയെന്നാണ്. പക്ഷികൾക്ക് എന്താണോ ആഹാരമായിട്ട് വേണ്ടത് അതൊക്കെ കൊടുത്തു. അത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് എന്നിവിടെ പറയുന്നുണ്ട്. ശ്വേനം, അതുപോലെ തന്നെ മയിൽ, മയൂരം, ശ്വേനം, ബകം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പക്ഷികളാണ് എന്നാണ്. ബകം ബകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊക്ക്, ചിലയിടങ്ങളിൽ കൊറ്റി എന്ന് പറയും. അതൊരു പക്ഷി ആണ്. അതുപോലെ മയിൽ, മയൂരം, ശ്വേനം, ശ്വേനം, ഗൃധ്രം, ഇതൊക്കെ കഴുകൻ അല്ലെങ്കിൽ പരുന്ത്, ആ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളെയാണ് ശ്വേനം എന്ന് പറയുക.